ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് കേക്കിൻ്റെ ABCD അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലം കേക്കാണ് കേട്ടോ. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് അടിക്കട്ടിയുള്ള ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഒരു 1/2 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരും. ഇങ്ങനെ മെൽറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് ഇതുപോലെ ആയി വരും. ഇതുപോലെ ആയി വരുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ പഞ്ചസാരയും കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റായി വരണം. അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്ന് ഇതുപോലെ തിളച്ച് വരും കേട്ടോ. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര അളന്നെടുത്തതെന്ന് വെച്ചാൽ അതേ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട പിടിച്ച പോലെ ഉണ്ടാവും, പക്ഷേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞാരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ടിന്നൊന്ന് റെഡിയാക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കേക്ക് ടിൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ സ്റ്റീലിൻ്റെ ചോറ്റുപാത്രമൊക്കെ ഉണ്ടാവുള്ളൂ, സ്കൂളിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകുന്ന പാത്രം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റീലിൻ്റെ ഇതുപോലെ ഈ ഒരു ഷേപ്പിലുള്ളത്, അല്ലെങ്കിൽ സ്ക്വയർ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ടിന്നിൽ വെക്കാനുള്ള ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ A4 ഷീറ്റ് ഉണ്ടല്ലോ, A4 ഷീറ്റ് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വെക്കാനായിട്ട് ഇതുപോലെ കുറച്ച് നീളത്തിലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ ബട്ടർ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബട്ടർ പേപ്പറിന് പകരമുള്ള നമ്മുടെ A4 ഷീറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സൈഡിലും നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള A4 ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിങ്ങനെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദപ്പൊടി നമുക്കൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചായ കുടിക്കുന്ന ഗ്ലാസ്സോ കപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ 1 കപ്പ് എടുക്കുക. ഏത് കപ്പിലാണോ പഞ്ചസാര എടുത്തതെന്ന് വെച്ചാൽ അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ വെള്ളമുന്തിരി എടുത്തിട്ടുണ്ട്, കറുപ്പ മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലം കേക്കിൽ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് കറുപ്പ മുന്തിരിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ കറുപ്പ മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈന്തപ്പഴമൊക്കെ എടുക്കാം കേട്ടോ. ഈന്തപ്പഴം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ എല്ലാ ഭാഗത്തും ഇതൊരു കോട്ടിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും അടിഭാഗത്ത് പോയി ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിഞ്ഞു കൂടി കിടക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത്. പിന്നെ ഞാൻ കുറച്ച് ഇതിൻ്റെ ടോപ്പിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാഷ്യൂനട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുന്തിരി മാത്രം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്കിനി നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ബീറ്ററൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം, ഒട്ടും വെള്ളം നനവ് ഉണ്ടാവരുത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ നമ്മൾ കറുവപ്പട്ട ഇതുപോലെ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇത് കൂടി പോരുത്, കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര കുത്തായിരിക്കും. അപ്പോൾ എല്ലാതും ലൈറ്റായിട്ട് മതി കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ എടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ? അയമോദകം എന്നാണ് പറയുക. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിമുട്ട ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള കോഴിമുട്ട നമ്മൾ ഒരിക്കലും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കരുത് കേട്ടോ. ഒന്ന് നോർമൽ ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കേക്കിന് വേണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 4 കോഴിമുട്ടയാണ് നമ്മളിവിടെ 1 കിലോൻ്റെ കേക്കിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 4 കോഴിമുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് സ്പൂണൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കുട്ടികൾക്ക് മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അങ്ങനെയുള്ളൊരു അളവ് മൂടി ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ ഇതെടുത്താൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ 5 ml ആണ് 1 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ ഇതിൽ അളന്നെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് നമ്മളെ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് പൾസ് ബട്ടൺ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഒരിക്കലും സ്പീഡിലിട്ടിട്ട് കറക്കരുത്. പൾസ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൾസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫുൾ കാരമൽ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി ആദ്യം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ലൂസായി പോകാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസിങ് ആവാനായിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗത്ത് ക്യാമറ ഓഫായി പോയതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ അതൊന്ന് ചേർത്ത് കൊടുത്തോളാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം നനവ് ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളിനി നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദപ്പൊടി കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ മൈദപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് നമ്മളെ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ തൊലി ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലും ആണ്, അതുപോലെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അത് എന്തായാലും ചേർത്തോളൂ. അപ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങയുടെ തൊലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ എല്ലാതും ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് ഇട്ട് ഇളക്കി മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ആവാനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഫൈനലായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. അതുപോലെ നമ്മൾ കുറച്ച് വിനീഗറും എടുത്തിട്ടുണ്ട് കേട്ടോ. വിനീഗർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, സുർക്ക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കുക. ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ എല്ലാതൊന്ന് മിക്സ് ആവാനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡയുടെ മിക്സൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് നമ്മളിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ കുക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെയോ ഏതെങ്കിലും കുറച്ച് അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡോ അല്ലെങ്കിൽ ചെറിയ സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ, പെട്ടെന്ന് ചൂടായി വരാനായിട്ട് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ കേക്ക് ബാറ്റർ നമ്മളെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ കേക്ക് ടീന് നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിലായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ ദേ ഇപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ബേക്കായി വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചാൽ മതി. ഒരു ടൂത്ത് പിക്ക് അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് കുത്തി വയ്ക്കിയാൽ മതി. അപ്പോൾ കേക്ക് ബേക്കായി ഒന്ന് അറിയാം കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബേക്കായി എന്നർത്ഥം. അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്കാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല റെസിപ്പികളും ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.